പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കാണുകയുണ്ടായി. സോഷ്യൽ മീഡിയ പ്രതികാരത്തിലൂടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ കേൾക്കേണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റിവഞ്ച്, പ്രതികാരം, ഈ മാനസികാവസ്ഥ ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല പലപ്പോഴും ഇതിന് കാരണമാകുക. സിറ്റുവേഷനെക്കുറിച്ച് നമ്മളെടുക്കുന്ന കേവലം ചിന്തകൾ, ഈ ചിന്തകളാണ് നമ്മളെ പരസ്പരം തർക്കിക്കാനും ആക്രമിക്കാനും പ്രേരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവനവനോട് തന്നെ യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ അത് പല രീതിയിൽ കടന്നു പോവുകയാണ്. ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലെ കമ്മ്യൂണിക്കേഷന് ഇത് കുറച്ചുകൂടിയും ഈ പ്രതികാരവും ഈ നമ്മളെ മാനസികമായി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യലും കുറച്ചുകൂടിയും കൂടുതലായിരിക്കും. കാരണം എന്താണെന്നറിയാം, എന്താണ് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് പ്രത്യേകിച്ച് അവിടെ വൃത്തിയാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യൻ്റെ മുഖഭാവം, അവൻ്റെ ഫേഷ്യൽ ടൊണാലിറ്റി, എക്സ്പ്രഷൻ, ഇതൊക്കെ അവനവൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന് അവനവൻ മറ്റൊരാളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുന്നത് അവനവൻ്റെ തലയിലുണ്ടായ ചിന്തകൾക്കനുസരിച്ച് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എമോഷണൽ ഇമ്പാക്റ്റ് നമ്മൾ റിയൽ ലൈഫിലുണ്ടാകുന്ന സ്ട്രഗിളേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. കാരണം ആ മറ്റൊരാളും നാമും അവിടെ ഒന്ന് തന്നെയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ അയാളെ ലൈവായിട്ട് കാണുന്നില്ല. സോഷ്യൽ മീഡിയയിലെ പ്രണയങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും പിന്നീട്. കാരണം എന്താ, ആ മനുഷ്യനെ റിയലായിട്ട് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഉണ്ടാവുന്നത്. ഇത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയ ലൈഫ് അവരുടെ റിയൽ ലൈഫായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപകടമാണത്. സോഷ്യൽ മീഡിയ ജീവിതം നമ്മുടെ റിയൽ ലൈഫല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ മറ്റൊരാളെ കാണുമ്പം അവരെക്കുറിച്ചുള്ള ഇമാജിനേഷൻ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു മോശമായിട്ട് പെരുമാറുക നമ്മൾ വിചാരിക്കുക അയാൾക്ക് എന്നോട് ശത്രുത ഉണ്ട്. അതുകൊണ്ട് വളരെ അപകടകരമായ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയ ലൈഫും റിയൽ ലൈഫും ഒന്നല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ബൈ.